വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ BSNL FTTHൻ്റെ ഒരു ലോങ് ടൈം റിവ്യൂ ആണ്. ലോങ് ടൈം റിവ്യൂ പറഞ്ഞാൽ ഒരു 3 മന്തിൻ്റെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം മോഡം. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസും അപ്പോൾ നമ്മുടെ ഒരു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എൻ്റെ പുതിയ പ്ലാൻ ഇതിനാണ് അതിൻ്റെ സ്പീഡ് ടെസ്റ്റും അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ പ്രോബ്ലംസൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കണ്ടു പോകുമ്പോൾ ചാനൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ ബെല്ലൈക്കൻ പ്രസ് നോട്ടിഫിക്കേഷൻ ഒന്നും മറക്കണ്ട. നമുക്ക് ഡയറക്റ്റ് വീഡിയോയ്ക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഞാനിപ്പോൾ ഓൾറെഡി നമ്മൾ സ്പീഡ് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പോകട്ടെ ഫസ്റ്റായിട്ട്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഊക്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 72.96 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് അതുപോലെ അപ്ലോഡ് 67, അതുപോലെ നമുക്കിപ്പോൾ ഗൂഗിളിലാണെങ്കിൽ 71.9 65.4, അതുപോലെ ഇപ്പോൾ എന്താ പറയുക നെറ്റ്ഫ്ലിക്സിൻ്റെ അതിലാണെങ്കിൽ 64 60 കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് 599 പ്ലാനാണ്. 5 ബേസിക് പ്ലസ് ആണ്. അപ്പോൾ ഇതിന് മുമ്പ് എൻ്റെ 100 MB/s ആയിരുന്നു. അതിൽ എനിക്ക് 100 MB കിട്ടാറുണ്ട്. അപ്പോൾ അതിലുണ്ട്. പിന്നെ അതിന് മുമ്പ് എടുത്തത് നമ്മുടെ നോർമലായിട്ടുള്ള എന്താ പറയുക 50 MB/s ആയിരുന്നു. അതും എനിക്ക് ഇഷ്യൂ ഒന്നും ഉണ്ടാകുന്നില്ല, വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഫുൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു 90% സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം. പിന്നെ ഇഷ്യൂസ് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ചെറുതായിട്ടുള്ള ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. ഒരു ദിവസം എനിക്ക് ഒരു ഹാഫ് ഡേ നെറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പ്രോബ്ലം ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞ ഒരു ആക്സിഡൻറ്റ് കാരണം നമ്മുടെ പോസ്റ്റ് ഒന്നിടിച്ചിട്ട് അതിൻ്റെ കുഴപ്പമായിരുന്നു. ഇപ്പോൾ LCO ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫുൾ സപ്പോർട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ ഫുൾ നമ്മളിപ്പോൾ കോൾ ചെയ്താലും കംപ്ലയിൻറ്റ് ചെയ്താലും ഫുൾ അവരും കൂടി വിളിക്കും. അതുപോലെ വാട്സപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാൻ നല്ല ഈസിയാണ്. നല്ല 100% കോൺടാക്റ്റ് ഇങ്ങോട്ട് തിരിച്ചും ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ BSNL സൈഡിലൊരു കുഴപ്പങ്ങളുണ്ട്. വെച്ചാൽ അവർക്ക് ഒന്നെങ്കിൽ നമ്മൾ BSNL കസ്റ്റമർക്കാരെ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആളെടുക്കാൻ ഉണ്ടാവില്ല, എടുത്താൽ തന്നെ അവർക്ക് അറിയണമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസുകളുണ്ട്. അപ്പോൾ ടെക്നിക്കൽ സൈഡ് കുറച്ച് കുഴപ്പമാണ്. സർവീസ് സൈഡ് നോക്കി കഴിഞ്ഞാൽ നല്ല 100% സാറ്റിസ്ഫൈഡ് ആണ് തന്നെ പറയാനുള്ളൂ. എനിക്കിങ്ങനെ വേറൊരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് പിന്നെ ഒരു അരമണിക്കൂർ നെറ്റ് ഡൗൺ ആയിട്ട് അത് വിളിച്ച് വെച്ചപ്പോൾ പറഞ്ഞാൽ മെയിൻ്റനൻസ് ആയതുകൊണ്ടാണ്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കറക്റ്റ് വന്നു. അങ്ങനെ 2-3 വട്ടം ഈ 3 മാസത്തിൽ എനിക്ക് പോയിട്ടുണ്ട് കംപ്ലൈൻറ്റ് എന്ന് പറയാൻ പറ്റുന്ന. പക്ഷേ LCOനെ വിളിക്കുമ്പോൾ അവർ ഭയങ്കര എന്താ പറയുക റെസ്പോൺസ് സൂപ്പറാണ്. അപ്പോൾ തന്നെ വിളിക്കും, അല്ലെങ്കിൽ അവർ എടുത്തില്ലെങ്കിൽ തന്നെ അപ്പോൾ തന്നെ തിരിച്ച് കോൾ ബാക്കും ചെയ്യും. ഇപ്പോൾ മെസ്സേജ് ഇട്ടാൽ തന്നെ തിരിച്ച് വിളിക്കും, വാട്സപ്പ് ഇട്ടാൽ വാട്സപ്പ് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ വോയിസ് അയക്കും. അതുപോലെ നോക്കുമ്പോൾ നല്ല സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ ടെക്നിക്കൽ സൈഡ് മാത്രമേ എനിക്ക് ഇഷ്യൂ വന്നിട്ടുള്ളൂ. നമ്മുടെ BSNL സൈഡിൽ നിന്ന് വെച്ചാൽ അവരുടെ നമ്മൾ ആളുണ്ടാവില്ല. നിങ്ങൾക്കറിയാമല്ലോ അവിടെ ആളില്ല മിക്കതും. അപ്പോൾ അവരെ കസ്റ്റമർക്കാരെ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് എടുക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതേപോലെ വന്നപ്പോൾ തന്നെ എന്താ പറയുക, എൻ്റെ പ്ലാൻ ചേഞ്ച് ചെയ്തപ്പോൾ ഒരു നോർമലി എൻ്റെ ആദ്യത്തെ വർഷം പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് 2 ഡേയ്സിനുള്ളിൽ മാറി. പിന്നെ ഞാൻ ഈ 599 മാറി ഇപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞിട്ടും മാറിയണമെന്നില്ല. അപ്പോൾ ഞാൻ ഇവരൊക്കെ വിളിച്ച് വെച്ചപ്പോൾ ഇവർക്ക് വലിയ പിടിയൊന്നുമില്ല. അത് മാറും അങ്ങനെ വെറുതെ ഉരുണ്ട് കളിക്കണുള്ളൂ. ആദ്യം കുറച്ച് ദിവസം വിളിച്ചപ്പോൾ അവർ എടുത്തില്ല, ആരും എടുക്കാൻ കോൾ എടുക്കാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ കാലത്തെ ടൈമിൽ വിളിച്ചു, എന്നിട്ടും ആരും എടുക്കുന്നില്ല. എടുത്താൽ തന്നെ ഇതാണ് അവസ്ഥ. അങ്ങനെ ഒരു കുറച്ച് ഇഷ്യൂകളുണ്ട്. പിന്നെ അത് ഓട്ടോമാറ്റിക് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മാറി. പിന്നെ വേറൊരു പരിചയമുള്ള ഒരാൾ വേറെ ഒരു എന്താ പറയുക ഒരു എനിക്ക് ആ പരിചയമുള്ള ഒരു BSNLൻ്റെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞാൽ നോർമലി ഓട്ടോമാറ്റിക്കലി മാറുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കറക്റ്റ് മാറി. അപ്പോൾ ആ ഇഷ്യൂ അങ്ങനെ സോൾവ് ആയി. അപ്പോൾ ഡയറക്റ്റ് BSNL സൈഡിൻ്റെ ഹെൽപ്പ് നോക്കിക്കഴിഞ്ഞാൽ പോരാന്ന് തന്നെ പറയാനുള്ളൂ. എന്താ പറയുക, അവർക്ക് വലിയ പിടിയൊന്നുമില്ല. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% സാറ്റിസ്ഫാക്ഷനാണ്. ഈ ടെക്നിക്കൽ സൈഡും BSNL ഒന്ന് നല്ലതായി കഴിഞ്ഞാൽ അവർ ശരിക്കും ഫുള്ളി ഹിറ്റായിരിക്കും. ഇപ്പോൾ തന്നെ നല്ല കണക്ഷൻസ് കുറേ വന്നിട്ടുണ്ടെന്ന് ന്യൂസൊക്കെ കണ്ടു. ഇപ്പോൾ ജിയോ അല്ലാതെ BSNL മാത്രമാണ് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ അത്യാവശ്യം ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്തേക്കെന്ന് പറഞ്ഞപ്പോൾ ന്യൂസൊക്കെ കണ്ടു. അപ്പോൾ ഇവർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെക്നിക്കൽ സൈഡ് നമ്മുടെ BSNL സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും നല്ല ലാഭമായിരിക്കും. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഹിറ്റാവുമെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും എൻ്റെ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ നോക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഏരിയയിൽ ഇപ്പോൾ BSNL എടുത്തിട്ടുണ്ടോ അവരുടെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ എടുക്കാമെന്ന് വെച്ചാൽ കുറേ ഏരിയയിൽ LCO പ്രശ്നങ്ങളുണ്ട്. LCO അത്ര പോരാ, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിപ്പോൾ ഏത് നെറ്റായാലും ഇപ്പോൾ BSNL ഏതായാലും ജിയോ ആയാലും ഏതായാലും നിങ്ങളുടെ കുറച്ച് ഏരിയയിലത്തെ നൈബേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരോട് അന്വേഷിച്ചിട്ട് അവരുടെ റിവ്യൂ കൂടി നോക്കിയിട്ട് നിങ്ങൾ ഏതാ ബെസ്റ്റ് നോക്കിയിട്ട് എടുക്കുക, അങ്ങനെ നോക്കിയെടുക്കുക. അപ്പോൾ ഒരാളുടെ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ചില ഏരിയയിൽ കുഴപ്പങ്ങളുണ്ടായിരിക്കും. അപ്പോൾ BSNL മാത്രമല്ല ഏതായാലും ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തത് അങ്ങനെയാണ്. അപ്പോൾ നൈബേഴ്സ് നോക്കിയപ്പോൾ BSNL കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ BSNL ഡയറക്റ്റ് എടുത്തത്. അപ്പോൾ ശരിക്കും ഞാൻ ആദ്യം ഏഷ്യാനെറ്റ് എടുക്കാനാണ് നോക്കിയത്. പിന്നെ ഞാൻ ഇതിലേക്ക് മാറിയത്. പിന്നെ ഇവരുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇനീഷ്യൽ ചാർജാണ്. അപ്പോൾ ഇനീഷ്യൽ ചാർജ് 4000 എന്നൊക്കെ പറയുമ്പോൾ കുറേ പേര് എനിക്ക് തന്നെ അറിയാം, കുറേ പേര് ഇനീഷ്യൽ ചാർജ് ആയിട്ടപ്പോൾ വേറെ കുറേ ജിയോയിലേക്കൊക്കെ മാറിപ്പോയി. എന്ന് വെച്ചാൽ പ്രൈവറ്റ് കമ്പനീസ് പോലും ഇത്ര ചാർജ് ചെയ്യില്ലേ. ഫസ്റ്റ് ഫ്രീ മോഡൊക്കെ കൊടുക്കുമ്പോൾ ഇവർ ഒരു 4000-5000 ഒക്കെ ഫസ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ പേര് എന്തായാലും മാറിപ്പോവും. അതൊക്കെ ശരിക്കും BSNL നോക്കാവുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ BSNL ഒരു ഗവൺമെൻറ് കമ്പനിയായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്
എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും അവരുടെ ഹൈ എൻഡ് പൊസിഷനിലിരിക്കുന്ന അവരുടെ ഒരു പരിപാടിയാണ്, തട്ടിപ്പ് പരിപാടി തന്നെയാണ് ജീവനെ സപ്പോർട്ട് ചെയ്യാനുള്ള. വേറെ ഒന്നും നല്ലത് പ്യൂർ അതാണ്. അല്ലാണ്ട് വേറെ എവിടെയും ഗവൺമെൻറ് കമ്പനി ഇങ്ങനെ പ്രൈവറ്റിനായിട്ട് കൂടുതൽ ഒറ്റ കൺട്രിയിലും ഉണ്ടാവില്ല. അത് നോക്കിക്കഴിഞ്ഞാൽ വേറെ അല്ലാത്ത ഇഷ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസൊന്നും എനിക്ക് പറയാനില്ല. എൻ്റെ സാറ്റിസ്ഫൈഡ് നോക്കിക്കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ്, ഞാൻ പറഞ്ഞ പോലെ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. സ്പീഡ് ഇഷ്യൂം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഫുള്ളി ഒന്നെങ്കിൽ നമ്മുടെ എല്ലാ ടൈമിലും കൺസിസ്റ്റൻ്റ് തന്നെയാണ്, അതിൽ റെഗുലറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. വേറെ ടൈം പ്രൈസസിൽ ഇങ്ങനെ കുറയണമെന്നും അങ്ങനെ കുറേ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. അതുപോലെ അപ്ലോഡ് ആയാലും ഡൗൺലോഡ് ആയാലും രണ്ടും ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. അതുപോലെ പിങ് ഇഷ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചില റേഞ്ചിൽ മാത്രം ഒരു 40 എബോ ഒക്കെ കാണിക്കാറുണ്ട്. അല്ലാതെ എപ്പോഴും 20 എബോ 25 അങ്ങനത്തെ റേഞ്ചിലൊക്കെ പിങ് വരാറുള്ളൂ. അപ്പോൾ പിങ് ഇഷ്യൂസും അങ്ങനെ അധികമൊന്നും ഇല്ല. അപ്പോൾ പിന്നെ വേറെ കംപ്ലയിൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ബില്ലിംഗ് പേയ്മെൻറ്റിലും വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. അത് കറക്റ്റ് ഓൺലൈൻ പേ ആകുമ്പോൾ അപ്പോൾ തന്നെ വരാറുണ്ട്. വേറെ കംപ്ലയിൻറ്റ്സുകളൊന്നും ഇല്ല. അപ്പോൾ റെക്കമെൻഡ് എന്തായാലും ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏരിയയുടെ വൈസ് നോക്കിയിട്ട് എടുക്കുക. ഒരാളുടെ റെക്കമെൻഡേഷൻ മാത്രം നോക്കിയാണ് എടുക്കാണ്ടിരിക്കുക. നിങ്ങളുടെ ഏരിയയിൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് എടുക്കുക. അതിപ്പോൾ ഏതായാലും അതേപോലെ തന്നെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇപ്പോൾ ചാനലിൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് നോട്ടിഫിക്കേഷൻ ഉണ്ടാകാൻ മറക്കണ്ട. അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യാം, മാക്സിമം റിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാമല്ലോ. ശരി ഫ്രണ്ട്സ്, ബൈ.